2300 കഴിഞ്ഞ പ്രാവശ്യം 2000 ഉള്ളായിരുന്നു. കറണ്ട് ചാർജ് ഉപയോഗിക്കാൻ വേണ്ടി ഇച്ചിരി നോക്കിയൊക്കെ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് കറണ്ട് ചാർജ് ഇത്രയും കൂടുന്നത്. അല്ലാതെ നമ്മൾ ചുമ്മാ ഒന്നും എഴുതി വെക്കത്തില്ല സുഹൃത്തെ. ഓരോന്നല്ല, ഇത് നമ്മുടെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് തരുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ആവശ്യമില്ലാത്ത ഇല്ല, അങ്ങനെ കൂട്ടത്തില്ല. അങ്ങനെ കൂട്ടുന്ന പരിപാടിയല്ല. ഇലക്ട്രിസിറ്റി നമ്മൾ കറക്റ്റ് കറണ്ട് എപ്പോഴും അങ്ങനെ അതനുസരിച്ച് നമ്മൾ അത് കൊടുക്കുന്നത്. അല്ല കമ്പ്യൂട്ടറില്ലേ, നിങ്ങളിങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടറും ഇലക്ട്രിക് കാറൊക്കെ ഉപയോഗിക്കുമ്പോഴേ കറണ്ട് ചാർജ് കൂടുതൽ, അതൊക്കെ അത് നോക്കിയൊക്കെ ഉപയോഗിക്കേ. അത് വല്ലാത്തൊരു കൂടുതലായി സാറേ. പിന്നെ നമ്മൾ കൂടുതൽ സംസാരിച്ച ഒരു കഥയില്ല. നിങ്ങൾ കറണ്ട് ചാർജ് ഇത്രയും ഉപയോഗിച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലേ സാറേ ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ലുണ്ട് അടയ്ക്കപ്പാ സംസാരിക്കാതെ. ഓക്കെ ഒരു കശപശാലുണ്ട്. സാറേ ഒന്നും പറയണ്ട. കറണ്ട് ചാർജിൻ്റെ ബില്ലടക്കെ ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര കൂടുതലെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം. ഞങ്ങൾ ഇലക്ട്രിസിറ്റി വരുന്നില്ല, അവർ നമ്മുടെ തുടങ്ങിയുള്ള കഥയുണ്ട്. അവരുടെ അടക്കാൻ അവർ ഒരുപാട് ഉപയോഗിച്ചിട്ടില്ലേ സാറേ. അവരെ കാര്യം പറയാം, സംസാരിക്കാം. മഴയൊക്കെ ആയിട്ട് പാട് തന്നെയല്ലേ? പിന്നെ വലിയ പാട് തന്നെ. ഒരു കപ്പലുകളെ വായന വർത്താനം കേൾക്കണം നമ്മൾ കേട്ടു. നമസ്കാരം. ഞാൻ ഒരു സോളാർ കമ്പനിയിൽ നിന്നാണ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കാമെന്നാണ്. ഒന്ന് സാർ അങ്ങോട്ട് വിട്ടോ. പിന്നെ സാറേ എനിക്ക് സോളാർ വേണം സാർ. അത് ഞങ്ങളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അപ്പോൾ നമുക്ക് നേരിട്ട് കാണണം. എൻ്റെ വീട് അറിയാമല്ലോ സാർ. ഗ്യാസും വന്നു, ഇടിവിട്ടവന് വരെ പാമ്പ് കടിച്ച് നടക്കായി. അതെല്ലാം പരിഹാരമുണ്ട് സാറേ. ഗ്യാസ് എവിടെ വെക്കണം? കറണ്ട് ബില്ല് കൂടുതലാണല്ലേ? അതെ, വളരെ കൂടുതലാണ്. ഓക്കെ, എന്നാൽ നമുക്ക് പരിഹാരമുണ്ട്. ഇത് സെൻട്രൽ ഗവൺമെൻറ് PM സൂര്യാഘർ എന്ന് പറയുന്നൊരു പദ്ധതിയാണ്. ഇപ്പോൾ സോളാർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി അന്വേഷണങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെയുള്ള ഉയർന്ന നിരക്കും അടിക്കടിയുള്ള വർധനവും തന്നെയാണ്. പിന്നെ GSTയിൽ അടുത്തിടെ ഉണ്ടായിട്ടുള്ള കുറവും ഏതാണ്ട് 10,000 രൂപയോളം നിലവിലുള്ള പ്രൈസിൽ നിന്നും കുറച്ച് ഇപ്പോൾ കസ്റ്റമറിൽ നിന്നും വാങ്ങുന്നുള്ളൂ. അതും ജനങ്ങളെ ഇതിലേക്ക് കൂടുതലായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. സാധാരണ വീടുകളിലേക്ക് നമ്മൾ 2 ടൈപ്പ് പാനലുകളാണ് വയ്ക്കാറുള്ളത്. 6,000, 7,000 ബില്ല് വരുന്നിടത്ത് ഒരു 3 കിലോ വാട്ടിൻ്റെ സോളാർ മതിയാവും. സാറിന് ഇപ്പോൾ ഏകദേശം ഒരു എത്ര ബില്ല് വരുന്നുണ്ട് 2 മാസം കൂടുമ്പോഴത്തേക്ക്? 2 മാസം കൂടുമ്പോൾ 2,500 അടുപ്പിച്ചായി. ഇപ്പോൾ 2,500 7,000-നും 12,000-നും ഇടയ്ക്ക് വരുന്നെങ്കിൽ നമുക്ക് 5-ലോട്ട് പോയാൽ മതി. ഇവിടെ ഇപ്പോൾ ഒരു 2,000-3,000 ബില്ലല്ലേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് 3 കിലോ വാട്ട് മതിയാവും. നമ്മൾ സാധാരണക്കാരല്ലേ, നമുക്കൊക്കെ ഇത്രയും വലിയൊരു തുക കൊടുത്ത് നമുക്കത് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ 3 കിലോ വാട്ടായാലും 5 കിലോ വാട്ടായാലും അത്യാവശ്യം സിബിൽ സ്കോറൊക്കെ ഉള്ളവർക്ക് 2 ലക്ഷം വരെ ലോൺ കിട്ടും. ആ ലോണിൻ്റെ പ്രൊസീജിയറെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 15-20 ദിവസത്തിനുള്ളിൽ എല്ലാം റെഡിയായി നമ്മൾ ഇൻസ്റ്റലേഷനായിട്ട് വരും. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി എന്ന് പറയുന്നത് നമുക്ക് 78,000 രൂപ വരെ കിട്ടും. 78,000 രൂപ സബ്സിഡി നമ്മുടെ 1 മാസത്തിനുള്ളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. അത് നമുക്ക് ലോണിലേക്ക് തന്നെ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ പിന്നീട് EMI വരുന്നത് 1,300 രൂപ വെച്ചേ വരുന്നുള്ളൂ. അതായത് 10 വർഷത്തെ കാലാവധിയുണ്ട്. ഏതാണ്ട് 6% പലിശ നിരക്കിലാണ് നമ്മൾ അടച്ചു പോകേണ്ടത്. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. 10 വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത്യാവശ്യം AC-യും വീട്ടുപകരണങ്ങളും എല്ലാം ഉപയോഗിക്കാം. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഗ്യാസ്. നമ്മൾ വീട്ടിലിപ്പോൾ ഒരു 30-40 ദിവസമായിരിക്കും നമ്മൾ അത്യാവശ്യം പാചകം ചെയ്താൽ നമുക്ക് ഗ്യാസ് ചിലവാവുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്യാസ് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതും ഒരു സേവിങ് ആയിട്ട് വരും. അതുപോലെ നമ്മുടെ പാനലിന് 30 വർഷത്തോളം വാറണ്ടി ഉണ്ട്. അതുപോലെ മറ്റ് എക്യുപ്മെൻറ്റ്സിന് 5 വർഷത്തോളം വാറണ്ടിയും സർവീസും സൗജന്യമായി തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ വീട്ടുപകരണവും എല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം അതിനകത്ത് മിന്നൽ രക്ഷാ ചാലകം ഉൾപ്പെടെയാണ് ഈ ഒരു പാനൽ വരുന്നത്. അതുകൊണ്ട് അത് വീടിന് മൊത്തമായിട്ടൊരു സംരക്ഷണം കൂടി നൽകുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലാണെങ്കിൽ വർഷാവർഷം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് KSEBിയിൽ നിന്നും ഒരു വരുമാനം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കിത് കൂടാതൊരു വീട് കൂടെ എൻ്റെ പേരിലുണ്ട്. അപ്പോൾ അതിൻ്റെ കറണ്ട് അടുത്ത് ചെയ്യാൻ പറ്റുമോ, അതോ അതിന് പ്രത്യേക പാനൽ നമ്മൾ വെക്കേണ്ടി വരുമോ, എങ്ങനെയാണ്? അല്ല, അത് ആ മീറ്റർ സാറിൻ്റെ പേരിലാണോ? എൻ്റെ പേരിലാണ്. അപ്പോൾ വളരെ തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് 1, 2, 3 വീടുണ്ടെങ്കിൽ ആ മീറ്ററിൻ്റെ എല്ലാ ഓണർഷിപ്പ് ഒരാളിൻ്റെ പേരിലാണെങ്കിൽ അതെല്ലാം ഇതിനകത്ത് സോഫ്റ്റ്വെയറിൽ കണക്ട് ചെയ്തിട്ട് അതിനെല്ലാത്തിനും കൂടി ഒന്ന് യൂസ് ചെയ്യാം. ഒന്നും വേണ്ട. ഒരു മെയിൻ ബിൽഡിംഗ് ഏതെന്ന് വെച്ചാൽ അവിടെ മാത്രം പാനൽ വെച്ചാൽ സാറിന് ഈ വീട്ടിൽ മാത്രം വെച്ചാൽ മതി. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ചൂടെ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ വൈദ്യുതി ബില്ലും കൂടുതലാണെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായും ഒരു സോളാർ പ്ലാന്റിനെ പറ്റി ചിന്തിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ടെക്നീഷ്യന്മാർ നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.
ഗ്യാസും വന്നു. ഇടിവിട്ടവൻ്റെ പറയാ പാമ്പ് കടിച്ചതാണ് കൈ. എന്തോ ചെയ്യാനാ. பட்டணம் போட்டி கட்டணம் சொன்ன வாடா எங்க கட்டணம் சிங்க கட்டணம் சும்மா இருடா.